ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമല്ല, അത് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെ പരത്തിയെടുക്കാം, ചപ്പാത്തിക്ക് എങ്ങനെ പരത്തിയെടുക്കാം കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു കിച്ചൺ ടവൽ, ഒരു വൃത്തിയുള്ളൊരു കിച്ചൺ ടവൽ നനച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ ഒരു ചെറിയ താലം ഇട്ടിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ പൊടി ഒഴുക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് നേരെ പകുതി വെള്ളം, അതായത് 1 ഗ്ലാസ് വെള്ളം. ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് അല്പാൽപ്പം ആ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒരുപാട് തിളച്ച് പോവരുത്, തിളക്കാറാവേം വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ കൈ പൊള്ളാത്ത വിധത്തിലുള്ള ചൂട് മതി. ഇനി ഒട്ടും ചൂട് സഹിക്കാത്തവർ കുറച്ച് വെള്ളം ഒഴിക്കുക, സൈഡിൽ നിന്ന് കുറച്ച് പൊടി അതിൻ്റെ മീതെ ഇടുക, മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഈ 1 ഗ്ലാസ് വെള്ളം മുഴുവനും ആവശ്യം വരില്ല. അപ്പം നമുക്ക് ആവശ്യം അനുസരിച്ച് അല്പാൽപ്പം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോവാനും പാടില്ല. വെള്ളത്തിൻ്റെ അളവ് ഓരോ മാവ് അനുസരിച്ച് മാറ്റം വരും. ഇതാ ഇത്രയും വെള്ളം ബാക്കി വന്നു. ഇത് വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണ്, എന്നിട്ട് പോലും അത്രയും വെള്ളം ബാക്കി വന്നു. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് പൊടിയാണെങ്കിൽ ഇത്രയും പോലും വെള്ളം വേണ്ടി വരില്ല. ഇനി നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ അതൊന്ന് മൂടി വയ്ക്കാം. ഇതിൻ്റെ മീതെ എണ്ണയൊന്നും വേറെ തേച്ച് കൊടുത്തില്ല. ഒട്ടും ഇത് ഡ്രൈ ആയി വന്നിട്ടില്ല. നേരിയ ചൂട് ഈ മാവിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഡ്രൈ ആയി വന്നില്ല. ഇതാ കണ്ട. പിന്നെ നമുക്ക് ഇത് 1-2 മിനിറ്റും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഓൾറെഡി സോഫ്റ്റ് ആയിട്ടുണ്ട്, എന്നാലും നമുക്ക് 2 മിനിറ്റും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ ഉരുളകളാക്കി മാറ്റാം. കൗണ്ടർ ടോപ്പ് തുടക്കുന്ന ഒരു വൃത്തിയുള്ള ടവൽ താലയുടെ താഴെ വിരിച്ചാൽ മതി. അങ്ങനെ വിരിച്ചത് കാരണം ഈ പാത്രം ഒട്ടും അനങ്ങിയില്ല, നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റി. ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒരു കൈ പാത്രത്തിൽ പിടിക്കേണ്ടതൊന്നും വന്നില്ല. നമ്മുടെ ഇവിടെ ഒരു മീഡിയം സൈസ് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വലിയ ഉരുളകളൊന്നും ആക്കിയിട്ടില്ല, ഒരു മീഡിയം സൈസ് ഉരുളകളാണ് ആക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് ഒരു പ്രസ് ഇവിടെ വച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഓരോ ഉരുളകളും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് നേരമൊന്നും വേണ്ടി വരില്ല. റൗണ്ട് ഷേപ്പിൽ പരത്താൻ അറിയാത്തവർക്കും പ്രയാസമില്ലാതെ പരത്തിയെടുക്കാൻ പറ്റും. ചപ്പാത്തിക്ക് ഒരുപാട് കട്ടി ഉണ്ടാകാനും പാടില്ല, ഒരുപാട് തിന്നാകാനും പാടില്ല. ഒരുപാട് തിന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചപ്പാത്തി ചുടാൻ നേരത്ത് പൊങ്ങി കിട്ടില്ല. ഇനി ഒരുപാട് കട്ടി ഉണ്ടെങ്കിലും കൊള്ളില്ല. അപ്പം ഇത് നമുക്ക് കുറച്ചും കൂടെ കട്ടി കുറക്കേണ്ടതുണ്ട്. അപ്പം അല്പം പൊടി വിതറിയിട്ട് നമുക്ക് ആ ചപ്പാത്തി പരത്തുന്ന സ്റ്റിക്ക് കൊണ്ട് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കേണ്ടതുണ്ട്. ചപ്പാത്തി എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. അപ്പം നമുക്ക് ചപ്പാത്തി ഒന്നും കൂടെ ഇത് പരത്തിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ കൗണ്ടർ ടോപ്പ് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തതാണ്. ഒന്നും കൂടെ ഒന്ന് ആ ടവൽ കൊണ്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയിൽ മുക്കിയിട്ടാണ് പരത്തുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഗോതമ്പ് പൊടി മുക്കുന്നതിനേലും എളുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരെണ്ണം എടുത്തിട്ട് ഞാനൊന്ന് പരത്തി കാണിക്കാം. കുറച്ച് പൊടിയും കൂടി അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ സ്റ്റിക്ക് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വലുതാക്കാം. അരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വളരെ തിന്നായിട്ട് പരത്താൻ പറ്റും. പക്ഷേ ചപ്പാത്തി എപ്പോഴും അല്പം കട്ടിയിൽ തന്നെ ഇരിക്കണം, ഒരുപാട് തിന്നാവരുത്. ഇനി തിന്നായിട്ട് പരത്തണതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും പരത്താൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും മതി. ഇത് ഒരുപാട് കട്ടിയില്ല, ഒരുപാട് തിന്നുമായിട്ടില്ല. ഇനി നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടൊന്ന് പരത്തി നോക്കാം. ഇപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് പരത്തുന്നതെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പം ഞാൻ 4 ചപ്പാത്തി ഒരുമിച്ചാണ് ചപ്പാത്തിക്ക് പരത്തുന്നത്. ഇതിങ്ങനെ പൊടി മുക്കിയിട്ട് ഓരോന്നോരോന്ന് അതിൻ്റെ മീതെ എടുത്ത് ഇങ്ങനെ വച്ചിട്ടാണ് പരത്തുന്നത്. അപ്പോൾ 4 ഒരുമിച്ച് നമുക്ക് പരത്തി നോക്കാം.
കേട്ടോ, 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പരത്തി നോക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി കുഴക്കാൻ നേരത്ത് വെള്ളം അധികം പോയിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കറക്റ്റ് വെള്ളം ആ പാകത്തിനായാൽ മാത്രമേ ഇതുപോലെ കിട്ടുള്ളൂ. ഇത് എളുപ്പത്തിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് 4 ചപ്പാത്തി എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റി. കണ്ടോ, ഇത് പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സൈഡിൽ ഇങ്ങനെ നടുക്ക് മാത്രം ഇട്ട് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കരുത്. സൈഡിൽ നിന്ന് വേണം ഇങ്ങനെ പരത്താനായിട്ട്, അല്ലെങ്കിൽ സൈഡിൽ കട്ടി കൂടിയിരിക്കും. നടുക്ക് വളരെ നേരിയതും ആകും, സൈഡ് ഇങ്ങനെ കട്ടിയും വരും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഇത് കണ്ട ഒട്ടും കീറിപ്പോവാണ്ട് ആ ചപ്പാത്തി 4 എണ്ണം നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട ഒട്ടും സമയമില്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. പിടിക്കാറുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം. അടിയിലിരുന്നതിന് മാത്രം കുറച്ച് പൊടി കൂടുതലായുള്ളൂ, അത് നമുക്ക് തട്ടിക്കളയാം. ഇനി നമുക്ക് 2 എണ്ണം മാത്രം വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പരത്തണം നോക്കാം. 2 എണ്ണം മാത്രം എടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പരത്താൻ പറ്റും. 4 എണ്ണം എടുക്കുന്നതിൻ്റെ പ്രയാസം ഉണ്ടാവില്ല. അത് കുറച്ചൊക്കെ നമ്മളിങ്ങനെ വിട്ട് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊട്ടും ഉണ്ടാവില്ല അങ്ങനെ. പക്ഷേ ഇത് കുറച്ചും കൂടെ പൊടി ഞാൻ അധികം വിതറി കൊടുത്തിരുന്നു. അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മാവ് കുഴക്കുമ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ കിട്ടണമെന്നില്ല. ഇത് കറക്റ്റ് അളവ് വെള്ളമായിരുന്നു, അത് കാരണം വളരെ എളുപ്പത്തിൽ കണ്ട ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പരത്തിയെടുക്കാനും പറ്റും. അപ്പം നമുക്ക് 1-2 എണ്ണം ചുടണ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാനൊരു തവ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായപ്പോൾ ചപ്പാത്തി ഒരെണ്ണം ഇട്ട് കൊടുക്കണേന്. അപ്പോൾ അതൊന്ന് അടിഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് ബബിൾസ് ആയിട്ട് ഇങ്ങനെ കാണും. അപ്പം മാത്രം നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. താഴെ വെന്ത കാരണമാണ് അങ്ങനെ വന്നത്. എന്നിട്ട് നമുക്കൊരു കിച്ചൺ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊങ്ങി വന്നോളും. അല്ലെങ്കിൽ ഒരു തവി എടുത്തിട്ട് ഒരു കയ്യിൽ എന്തെങ്കിലും എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആവി ഇങ്ങനെ അടിക്കുമ്പോൾ കൈ പൊള്ളിപ്പോകും. അപ്പം അങ്ങനെ പേടിയുള്ളവർ തവി വെച്ച് തന്നെ വേണം മറിച്ചിടാനായിട്ട്. പ്രസ് ചെയ്ത് കൊടുക്കുന്നതും ആ തവി വെച്ച് തന്നെ മതിയാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മെത്തേഡിലൊന്ന് ചപ്പാത്തിക്ക് പരത്തി നോക്കണം. അപ്പോൾ നിങ്ങളുടെ പകുതിയിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക്